മലയാള കവിതയിൽ ആർപ്പുവിളികളുടെ താലം പിടിക്കലുകളോ ഇതാ ചരിത്രം മാറ്റാൻ പോകുന്നു എന്ന മാനിഫെസ്റ്റോ വാദങ്ങളോ ഒന്നുമില്ലാതെ ശാന്തമായി രംഗപ്രവേശം ചെയ്യുകയും ആരവങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും എഴുത്തിനെ അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന കവിയാണ് കണിമോൾ. കേരള സാഹിത്യ അക്കാദമിയുടെ കനകശ്രീ പുരസ്കാരം നേടിയ കണിക്കൊന്ന എന്ന ആദ്യ കവിതാ സമാഹാരവുമായി നമ്മുടെ മുന്നിലേക്ക് വന്ന ഈ കവി ഏറ്റവും ഒടുവിൽ ഊരുകാവൽ എന്ന പുതിയ കവിതാ സമാഹാരം വായനക്കാർക്ക് നൽകുമ്പോഴും കവിതയിൽ പാരമ്പര്യത്തിൽ നിന്ന് നേടിയ ഊർജത്തെ തൻ്റേത് മാത്രമായ രീതിയിൽ പുതുക്കിക്കൊണ്ട് തുടരുന്നു. എന്നാൽ അതേക്കുറിച്ചുള്ള അവകാശവാദങ്ങളൊന്നും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നില്ല. തൻ്റെ കവിത പ്രിയപ്പെടുന്ന ആരൊക്കെയോ ഈ ഭൂമുഖത്തുണ്ടെന്നും അവരിൽ ആ കവിതകൾ എന്തെങ്കിലും തരത്തിലുള്ള കാവ്യാനുഭൂതികൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നും കരുതിക്കൊണ്ട് അടുത്ത കവിതയുടെ കണിക്കൊന്ന എന്നാണ് ഇനി തന്നിൽ പൂക്കുക എന്ന ഉത്കണ്ഠ പോലുമില്ലാതെ സൗമ്യദീപ്തമായി നിലയുറപ്പിച്ച കവിതയിലെ കണിക്കൊന്ന കൂടിയാണ് കണിമോൾ. എങ്കിലും പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന് തൻ്റെ ആത്മസാക്ഷാത്കാരത്വരയെ ഈ എഴുത്തുകാരി തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. കണിമോളും കണിമോളുടെ കവിതാ സമാഹാരമായ ഊരുകാവലുമാണ് ഇപ്പോൾ തത്സമയം നമ്മുടെ മുന്നിലുള്ളത്. കണിമോൾ, സ്വാഗതം. കണിമോളുടെ കവിതയെക്കുറിച്ച് ഞാനിങ്ങനെ പറയുന്നു. കണിമോളുടെ മിക്കവാറും എല്ലാ കവിതകളും പല ഘട്ടങ്ങളിലായിട്ട് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വായിച്ചിട്ടുണ്ട്. ഊരുകാവലിലെ മിക്കവാറും കവിതകളും ഞാൻ വായിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും കലി അടക്കമുള്ളവ, പെരിയാർ അടക്കമുള്ള കവിതകളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ കവിതയെക്കുറിച്ച് എനിക്ക് എൻ്റേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട്. ആ വ്യക്തിപരമായ അഭിപ്രായത്തിൻ്റെ ഒപ്പം തന്നെ ആ കവിതയെ പ്രിയപ്പെടുന്നവരുടെ മനസ്സിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വികാരവിചാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൊതുവായിട്ട് കണിമോളുടെ കവിത ഇങ്ങനെയാണ് എന്നിപ്പോൾ സൂചിപ്പിച്ചത്. ഒരുപക്ഷെ അതുകൂടി ഉൾപ്പെട്ടതാണ് എൻ്റെ കവിത എന്ന് കണിമോൾ സമ്മതിക്കുകയും ചെയ്തേക്കാം കണിമോളിൻ്റെ കവിതയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ. എങ്കിലും നമ്മൾക്ക് ഊരുകാവൽ എന്ന ഈ കവിതാ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ അത് പ്രിയപ്പെട്ട ഒരു പുസ്തകമായിട്ട് വായനക്കാർക്ക് മാറുന്നത് പ്രകൃതി, മണ്ണ്, നമ്മുടെ നാട്, നദികൾ, അതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്ത്രീ മനസ്സ്, പരമ്പരാഗത രീതിയിലുള്ള സ്ത്രീ മനസ്സ് എന്ന സങ്കല്പത്തിലല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇക്കാലത്ത് ജീവിക്കുകയും ഇക്കാലത്തിൻ്റെ എല്ലാ കെടുതികൾ മനസ്സിലാക്കുകയും ഒപ്പം തന്നെ പ്രകൃതിയും വികസനവും വേണം എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്പന്ദനങ്ങളുടെ പ്രതിരൂപങ്ങളായിട്ട് ആണ് ഈ കവിതയെ മനസ്സിലാക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു പുസ്തകം വായനക്കാരുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ, കണിമോളുടെ കവിത പ്രിയപ്പെടുന്ന വായനക്കാരുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ആ കവിത ഈ രീതിയിൽ തന്നെ ആവണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? കവിത വായനക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ. വായനക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഊരുകാവൽ എന്ന ഈ ശീർഷകം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശീർഷകമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഊരിന് കാവലായിട്ട് നിൽക്കുക, അത് ഉയിരിനും കാവലായിട്ട് നിൽക്കുക എന്നൊക്കെയുള്ള അതിനകത്ത് കവിത വലിയ രീതിയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഊരുകാവൽ എന്ന് ഈ കവിതാ പുസ്തകത്തിന് ശീർഷകമാവേണ്ടതുണ്ട്. അതിലെ ഒരു കവിതയുടെ തന്നെ ശീർഷകമാണ് അത് തന്നെ ആവണം അതിൻ്റെ ശീർഷകം എന്ന് വിചാരിച്ചത് എന്തുകൊണ്ടാണ്? ഊരുകാവൽ എന്റെ നാട്ടിലെ ദേശദേവതയെ പറ്റി ഉള്ളൊരു കവിതയാണ്. കോവിഡ് കാലത്ത് എഴുതിയ കവിതയാണത്. ഒരു ദേശത്തിന്റെ മുഴുവൻ കാവൽക്കാരിയായിരുന്ന ഒരു ദേവത, അങ്ങനെ ഒരു പഴയ സങ്കല്പം അതിനെപ്പറ്റി യാദൃശ്ചികമായി കേട്ടറിയാനിടയായി. ഒരു വലിയ വിസ്തൃതമായ ഒരു പാടശേഖരത്തിന്റെ കരയിലെ നിലയുറപ്പിച്ചിരിക്കുന്ന ഈ ദേശദേവത, ആ ചാലിലൂടെ ഒഴുകിപ്പോയ നൂറ്റാണ്ടുകളായി ഒഴുകിപ്പോയ ജലം, വന്നുപോയ പണിയാളർ, ഋതുഭേദങ്ങൾ, മാറിയ കാലാവസ്ഥകൾ, സംസ്കാരം, ഭാഷ, ഒരുപാട് അങ്ങനെ അതിലെ ഒഴുകിപ്പോയ ജീവിതം ഒരു നൊടിയിടയിൽ ഇങ്ങനെ മനസ്സിൽ കടന്നു വന്നു. അപ്പോ ഊരുകാവൽ ആ ദേശദേവതയെ പറ്റി കുറിച്ചിട്ട വരികളാണ്. മിക്കവാറും എല്ലാ കവിതകളിലും സംഭവിക്കുന്നത് പോലെ തന്നെ ഊരുകാവൽ എന്ന കവിത ഒറ്റ ഒരു പ്രവാഹമായിട്ട് എഴുതപ്പെട്ടതാണോ, അതോ അതിലെ ആദ്യത്തെ വരികൾ എഴുതിയതിന് ശേഷം പിന്നീട് അതിൻ്റെ തുടർച്ച കിട്ടാതെ വരികയും അത് എടുത്തു വെക്കുകയും പിന്നീട് മറ്റൊരു ജീവിത സന്ദർഭത്തിൽ അത് പൂർത്തിയാക്കപ്പെടുകയും, ഏത് രീതിയിലാണ് ആ കവിത പൂർത്തിയാക്കപ്പെടുന്നത്? ഒറ്റയടിക്ക് എഴുതാൻ പറ്റുന്ന വളരെ കുറച്ച് കവിതകളേ ഉള്ളൂ. അത് മനസ്സിൽ ഇങ്ങനെ നീറിക്കിടന്ന പല ഘട്ടങ്ങളിലായിട്ടാണ് എഴുതാൻ പറ്റിയിട്ടുള്ളത്. പലപ്പോഴും അങ്ങനെയാണ് എടുത്തത് എന്റെ കാര്യത്തിൽ.
അതിൽ ഈ ഒരു സമാഹാരത്തിലെ മിക്കവാറും കവിതകളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കാട് വരുന്നുണ്ട്, പ്രകൃതി വരുന്നുണ്ട്, മണ്ണ് വരുന്നുണ്ട്, പുഴ വരുന്നുണ്ട്, പക്ഷികുലജാലങ്ങൾ വരുന്നുണ്ട്, നദികൾ, അവയാർ വരുന്നു, പുഴുപല്ലി പിപീലികാന്തമായിട്ടുള്ള നമ്മളുടെ മൊത്തം ഭൂപ്രകൃതിയും വരുന്നു. ആ ഭൂപ്രകൃതി ഇങ്ങനെ തിരതല്ലി ഈ കാലങ്ങളിൽ കണിമോളുടെ ഉള്ളിൽ വരാൻ എന്താവാം കാരണം? ജീവിതത്തിൽ നമ്മൾ ഓരോ ഘട്ടം കഴിയുന്തോറും നമുക്ക് ആ ഒരു സമഗ്രതയെ കുറിച്ചുള്ള അവബോധം കൂടി വരുന്നുണ്ട്. അതാവാം അതിന്റെ കാരണം. ഇതെല്ലാം ചേരുന്ന ഞാൻ എന്ന ആ ഒരു ബോധം അവിടെ നിന്നാണ് എഴുത്ത്. അത് അബോധത്തിൽ സംഭവിക്കുന്നതാവാം. ഒന്നും ബോധപൂർവം സംഭവിക്കുന്നതല്ല എന്ന് ഒരു കവി വിശ്വസിക്കുമ്പോൾ അതിൽ പരം കവിത മറ്റെന്ത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രമല്ല, കണിമോളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അത് ഒരു മിണ്ടിയും പറഞ്ഞും ഇരിക്കലിൻ്റെ തലത്തിലേക്ക് വരുന്നു. കവിതയെക്കുറിച്ച് എനിക്ക് വാചാലമായിട്ടൊന്നും സംസാരിക്കാനില്ല. കവിതയെക്കുറിച്ച് നിരന്തരം വാ തുറന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുക, ഭാവിയിൽ എഴുതാൻ സാധ്യതയുള്ള കവിതയുടെ മുകുളങ്ങൾ അവിടെ വാടിക്കരിഞ്ഞു പോകുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രകൃതമാണ് കണിമോളിനുള്ളതെന്ന് ഞാൻ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട സാഹിത്യ സംവാദ വേദികളിലൊന്നിലും കണിമോൾ വലിയ രീതിയിൽ ഉച്ചഭാഷണി ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു കണിമോളിനെ കാണാൻ കഴിഞ്ഞിട്ടുമില്ല. അത് എന്താണ് അത്തരത്തിലുള്ള ഒരു മൗനം പാലിക്കലിന് കാരണം? എന്റെ കവിതയെ പറ്റി എനിക്ക് അവകാശവാദങ്ങളില്ല, ഒന്നുമില്ല പറയാനുള്ളത്. കവിത നേരിട്ട് പറയട്ടെ എന്നാണ് എൻ്റെ നിലപാട്. അത്രയേ ഉള്ളൂ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വായനക്കാർക്ക് ഊരുകാവൽ എന്ന ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത് എഴുത്തുകാരിയുടെ നാവിൽ നിന്ന് ആ കവിത കേൾക്കാൻ കഴിയുക എന്നുള്ളതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ കവിതകളും പ്രിയപ്പെട്ടതാവട്ടെ എന്ന് കരുതുന്നു. ഇപ്പോൾ വായിക്കണമെന്ന് മനസ്സ് പറയുന്ന ഒരു കവിത പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. പെരിയാർ വായിക്കാം. കലങ്ങിച്ചേറും കുത്തിയൊഴുകുന്നവൾ, കൊല്ലം പലതായി കുലം വിട്ടു പോന്നവൾ, മെരുങ്ങാത്തോൾ കാടു പിന്നിടും നേരം പലരും പലയിടത്തും രാവണൻ കിടങ്ങകം ചങ്ങലക്കിരുത്തിയോൾ, കാട്ടിലൂടെന്നും തനിച്ചൊഴുകാൻ കൊതിക്കുന്നോൾ, നാട്ടിടങ്ങളിൽ പേയും തെറിയും പുലമ്പുന്നോൾ, പെരിയോരാറായി പുരാണങ്ങളിൽ പുകഴ്ന്നവൾ, അകമേ മുത്തും പൊന്നും വിളയിച്ചിരുന്നവൾ, വേദവേദാന്ത പൊരുളാകും ഉൾക്കനൽ കൊണ്ട് ഭാരതം ജ്വലിപ്പിച്ചൊരാതിശൈവനെ പെറ്റോൾ, ചൂർണി തെങ്കാശി തമിഴാണു നീ, കാവേരിക്കും താമ്രപർണിക്കും ഗോദാവരിക്കും സഹോദരി, കുന്നിറങ്ങി നീ തടം പിന്നിട്ട് സമുദ്രത്തെ ചെന്നു മുട്ടുന്നേടത്ത്, വൃന്ദതാരകങ്ങളാൽ എന്റെ പൂർവികർ വാക്കിൻ പൂക്കളാൽ നിൻ സദ്ഗതി കണ്ണെടുക്കാതെ കണ്ട് പകർത്തി പാട്ടിൻ മൊഴി, അന്നു നീ കാശാവിൻ പൂ നിറമാണ്ടവൾ, സഹ്യൻ ചിന്നിയ മുന്നീർ മോന്തി ഗജമായി വളർന്നവൾ, അഭിമാനിനി മഹാരൂപിണി പൂർണത്രയി, കലശങ്ങളിൽ കാലമേന്തി നീ എങ്ങോട്ടാണ്? മലവാരത്തിൻ തൂക്കിലാടുന്ന തേൻപാറകൾ കുടലിൽ നിന്നും കിനിഞ്ഞൊഴുകും ശരന്നദി, തിണകൾ താളം തല്ലിയൊഴുകി പടന്നതിൽ തെളിയും നീർത്താളമാണെങ്ങടെ പാട്ടാകെ നീ, മുല്ലയാർ ചിന്നാറായി മുതിരപ്പുഴ ചേർന്ന് പിന്നിയ മുടിക്കെട്ടിൽ നല്ല തണ്ണിയും ചേർന്ന്, ദേവിയാർ പെരുന്തുറൈ പൊന്മുടിപ്പുഴ പെരുങ്കാടകം വളർത്തുന്ന മംഗലത്തായി ദേവത, കാണായ മരങ്ങളിൽ മാമലകളിൽ പെയ്തു വീഴുന്ന ഹർഷങ്ങളിലേതു നീയല്ലാതുള്ളൂ, കാടിന്റെ തടങ്ങളിൽ കരിമാനത്തിൻ ജലഛായയിൽ കരിണികൾ മതമാർന്നിറങ്ങുമ്പോൾ, ശ്യാമയാം ഋഷി വല കന്യ പോൽ തപസ്സാർന്ന മാമരങ്ങളിൽ രാവും പകലും തണുക്കുമ്പോൾ, വേരുകൾ തുടിക്കും നിൻ ജീവനെയൊപ്പിക്കൊണ്ടു പോയി നാടെങ്ങും വിളയേറ്റി വിശ്രമിക്കുമ്പോൾ, നീയൊരു കടങ്കഥയ്ക്കുത്തരം പറഞ്ഞിട്ട് ധാവണിയുലച്ചും കൊണ്ടോടി മാഞ്ഞെങ്ങോട്ടാണ്? ഇത് ദീർഘമായൊരു കവിതയാണ്, മുഴുവൻ ധാവണി ഉലച്ചും കൊണ്ട് എങ്ങോട്ടാണ് നീ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച്
കവയത്രി അല്ലെങ്കിൽ കവി, ഞാൻ ഈ മനഃപൂർവ്വം ഇന്ന് നമ്മുടെ സംഭാഷണത്തിലുടനീളം കവി എന്ന വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്. കവികൾക്ക് അങ്ങനെ കവയത്രി, കവി എന്നുള്ള വ്യത്യാസങ്ങളും ലിംഗഭേദങ്ങളും വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടെങ്കിലും ഇല്ല. അറിയാതെ അത് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. എന്തായാലും ധാവണിയും ഉലച്ചുകൊണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പെരിയാറിനോടാണ് ചോദിക്കുന്നത്. വാസ്തവത്തിൽ എറണാകുളം ജില്ലയുടെയും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലെയും ഉള്ള എല്ലാ മനുഷ്യരും ഓടി നടന്ന് പണിയെടുത്ത് വീട്ടിലെത്തി പൈപ്പ് തുറന്ന് അതിൽ വെള്ളമെടുത്ത് മുഖത്തേക്കൊന്ന് തെറിപ്പിക്കുമ്പോൾ ആ വെള്ളത്തെക്കുറിച്ച് കൂടിയാണ് കണിമോൾ എഴുതിയിരിക്കുന്ന ഈ വരികൾ എന്ന് പറയുന്നത്. ആ വെള്ളം കുടിച്ചുകൊണ്ടാണ് നാം ജീവിതം പുലരുന്നതും. അങ്ങനെ പൈപ്പിലൂടെ വരുന്ന ആ ജലം എത്ര ഇടങ്ങളിലൂടെ, എത്ര ചരിത്രത്തിലൂടെ, എത്ര ഐതിഹ്യങ്ങളിലൂടെ, എത്ര പെണ്ണത്തങ്ങളിലൂടെ, എത്ര പാരമ്പര്യങ്ങളിലൂടെയൊക്കെ ഒഴുകി ഒഴുകി വന്നിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് ടാപ്പിൽ നിന്ന് പെരിയാറായിട്ട് വരുന്നത് എന്ന് വിചാരപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു കണിമോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത മനസ്സിൽ വഹിക്കുന്നത്, കവിത ഇഷ്ടപ്പെടുന്നവർ മാത്രം കവിതയിലേക്ക് വന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഈ ടെലിവിഷൻ ചാനലിൽ നമ്മൾ തത്സമയം ഇതിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കവിത പ്രിയപ്പെടാത്തവർ കൂടി ഇതിൻ്റെ പ്രേക്ഷകരായിട്ടുണ്ടാവുമല്ലോ. അവർക്ക് എന്ത് തോന്നും, അവരെന്ത് വിചാരിക്കും, ഞാനിങ്ങനെ ഈ കവിത ഇങ്ങനെ മുഴുനീളമായിട്ട് ചൊല്ലിയാൽ എന്ത് വിചാരിക്കുമെന്ന് വിചാരപ്പെട്ടുകൊണ്ടാണോ ഈ പെരിയാർ എന്ന കവിത ഇടയ്ക്ക് വെച്ച് നിർത്തിയത്? അങ്ങനെയും പറയാം. ദീർഘമായൊരു കവിത ചൊല്ലി സമയം കളയണ്ട, എന്നെ ബോറാക്കണ്ട. കണിമോൾ പ്രേക്ഷകരെല്ലാവരും ഇത് കേട്ട് ഒരു ഇഷ്ടപ്പെടുന്നവരാ. അധ്യാപിക കൂടിയാണ്. അധ്യാപികയായിട്ടുള്ള കണിമോളിനെ പല ഘട്ടങ്ങളിൽ തേടി വരുമ്പോൾ കണ്ടിട്ടുള്ള കാഴ്ച, ക്ലാസ് എടുക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു കണിമോളിനെ മാത്രമല്ല, വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന, വിദ്യാർത്ഥികൾക്കൊപ്പം കാട്ടിലേക്ക് സഞ്ചരിക്കുന്ന കണിമോളിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കവിത എന്ന് പറയുന്നത് പ്രകടനപരമായിട്ട് എല്ലാവരിലേക്കും എത്തിക്കേണ്ട ഒന്നല്ല. അത് അതിൻ്റെ ദൗത്യം സ്വയമേവ നിർവഹിച്ചു കൊള്ളും. നാം നമ്മുടെ നിത്യജീവിതത്തിലെ കർമ്മങ്ങൾ തുടരുക. പക്ഷേ പരിസ്ഥിതിക്ക് വേണ്ടി കുട്ടികൾക്കൊപ്പം പ്രവർത്തിക്കുന്നത് തന്നെ ഒരു കവിത എഴുത്താണ് എന്ന് കണിമോൾ കരുതുന്നുണ്ടോ? തീർച്ചയായും. കാരണം കവിത എഴുതുന്ന ധാരാളം പേരുണ്ട്. ഉള്ളിൽ കവിതയുള്ളവർ വളരെ കുറച്ചേ ഉള്ളൂ. അത് അങ്ങനെ ആ ഒരു തോന്നലിൽ നിന്നാണ് കുട്ടികളുടെ ഉള്ളിലെ, അവരുടെ ഉള്ളിൽ കവിത ഇനി കിനിയുന്ന, അവർ കടലാസിൽ അത് എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യട്ടെ, അവരുടെ ഉള്ളിൽ കവിത ഉണ്ടാവണം എന്ന ചിന്തയിൽ നിന്നാണ് അത്തരം പ്രവർത്തനങ്ങൾ. കാണുന്ന ഓരോന്നിനെയും ചൊല്ലി വിസ്മയിക്കാനുള്ള ഒരു കുട്ടിത്തം അവരിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ കുട്ടിത്തം ഉണ്ടാവാനും കുട്ടിത്തത്തിൽ തുടരാനും പ്രേരകമായിട്ടുള്ളത് കണിമോൾ എന്ന പേരിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന മോൾ, ആ മോളത്തരം എന്ന് പറയുന്നത് അത് നഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ മോനത്തരം നഷ്ടപ്പെടാതിരിക്കുമ്പോഴാണോ ഒരു യഥാർത്ഥ കവിക്ക് ആത്യന്തികമായ പ്രാഥമികമായ നിഷ്കളങ്കതയോടുകൂടി ഈ ലോകത്തെ കാണാൻ കഴിയുക? തീർച്ചയായും. നമ്മുടെ ഉള്ളിലെ കുട്ടി മരിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മളില്ലാതെ ആവുകയല്ലേ. ആ കുട്ടി ജീവിക്കുമ്പോഴാണ് നമുക്ക് കവിയായി ഇരിക്കാൻ പറ്റുക. മുമ്പ് പറഞ്ഞല്ലോ, എറണാകുളം ജില്ലയ്ക്ക് പെരിയാർ പൈപ്പിലൂടെ ഒഴുകി വരുന്ന ജലമാണെന്ന്. പക്ഷേ ഞങ്ങൾ ഇടുക്കിക്കാർക്ക് പെരിയാറാണ് എല്ലാം. എവിടെ തിരിഞ്ഞാലും പെരിയാർ. ഏത് മലമുകളിൽ വീഴുന്ന ജലവും ചെന്ന് ചേരുന്നത് പെരിയാറിലാണ്. അങ്ങനെ പല പല കൈവഴികളായി വന്ന് കാണായതെല്ലാം പെരിയാറാണ്. ആ പെരിയാർ താഴേക്ക് കുന്നിൻപുറങ്ങളിൽ നിന്ന് താഴേക്ക് ഒഴുകി സമതലത്തിലെത്തി പിന്നീടാണത് നിങ്ങൾ പറഞ്ഞതുപോലെ വലിയ വിശാലതയാർന്ന നദിയായി അത് പരിണമിക്കുന്നു. പക്ഷെ അവിടെ സംഭവിക്കുന്ന ആ ദുരന്തം ഒരു പെണ്ണിന്റെ ജീവിതയാത്രയോട്, അല്ലെങ്കിൽ ഞാൻ തന്നെയും കുന്നിറങ്ങി പോന്നവളാണ് ഇടുക്കിയിൽ നിന്ന്, അങ്ങനെ ചേർത്ത് വെച്ച് എഴുതിയപ്പോൾ കാടിന്റെ വിശുദ്ധി ഒരിക്കൽ കൂടി ആ കവിതയില് കൊണ്ടുവരാനുള്ള ശ്രമം. അതാണ് കുട്ടികളെയും കൊണ്ട് കാട്ടിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് കുട്ടികളെ അടുപ്പിക്കാനുള്ള ഓരോ ശ്രമങ്ങളും, കവിതയിലൂടെ, യാത്രകളിലൂടെ, പുസ്തകങ്ങളിലൂടെ ഒക്കെയുള്ള ശ്രമങ്ങളെല്ലാം അത് തന്നെയാണുള്ളത്. കാട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ എന്ന മറ്റൊരു കവിതയുണ്ടല്ലോ. നമ്മൾ പെരിയാർ ഇങ്ങനെ കവിത വായിച്ചു, അത് അതിൻ്റെ ഒരു മുന്നോട്ട് പോക്കിനിടെ സ്വയമേവ നിർത്തി. കാട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ എന്ന കവിത ഈ ഊരുകാവൽ എന്ന സമാഹാരത്തിലുണ്ട്. അതൊരു ദീർഘമായിട്ടുള്ള കവിതയല്ല. നമ്മുടെ മുന്നിൽ കാടുമായി ബന്ധപ്പെട്ട കവിതകളുടെ വലിയ സമൃദ്ധി മലയാള കവിതയ്ക്കുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരിക ഡി വിനയേന്ദ്രൻ്റെ കാട് എന്ന കവിത തന്നെയാണ്. കാടിന് ഞാനെന്ത് പേരിടും, കാട്ടിലെ കൂട്ടുകാർക്ക് എന്ത് ഞാൻ പേരിടും എന്നുള്ള. അങ്ങനെ
കവിതയാവുന്നത് എങ്ങനെയെന്ന് നമ്മൾക്ക് വലിയ അന്വേഷണമൊന്നുമില്ലാതെ കവിതകളായിട്ട് നമ്മുടെ മുന്നിൽ മഹാരഥന്മാരുടേതായിട്ടുള്ള എഴുത്തുകൾ വരുന്നു. അതിൽ നിന്ന് ഉള്ള തുടർച്ചയും അതിൻ്റെ ഈ പാരമ്പര്യത്തിൻ്റെ മുഴക്കവും ഒക്കെ പേറിക്കൊണ്ട് കണിമോളുടേത് മാത്രമായിട്ടുള്ള ഒരു കാടിനെ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് ഊരുകാവലിൽ. പെരിയാർ എന്ന കവിത കണിമോൾ നമ്മൾക്ക് വേണ്ടി വായിച്ചു. കലങ്ങിച്ചേറും കുത്തി ഒഴുകുന്നവൾ, കൊല്ലം പലതായി കുലം വിട്ടു പോന്നവൾ എന്ന് തുടങ്ങുന്ന ആ കവിത വായിക്കുകയുണ്ടായി. അത് നദിയെക്കുറിച്ചാണ്. നദിയിൽ നിന്ന് അത് ഏതൊക്കെ രീതിയിൽ പല ധാരകളായിട്ട് അതിൻ്റെ ഭാവനകൾ പല ലോകങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നുവെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു കുറേയൊക്കെ. കാട് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇടമായിട്ട്, കവിതയുടെ ഇടമായിട്ട് കണിമോൾ എപ്പോഴും കരുതുന്നത്. ഇനി വായിക്കാൻ പോകുന്ന കവിതയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ കവിത വായിക്കാമോ കണിമോൾ? കാട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ. കാട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ കണ്ണിലന്തി നിലാവട്ടം പൂത്തുലഞ്ഞു പരക്കുമ്പോൾ, കാട് പിൻവിളി വിളിക്കുമ്പോൾ, കാറ്റു തട്ടിയ കൊടിക്കൂറ കാടു നോക്കി പറക്കുമ്പോൾ, കാലടിയിൽ പുറങ്കാലം നേരമില്ലെന്നൊലിക്കുമ്പോൾ, കാട്ടിലേക്കു മടങ്ങുന്നു ഞാനൊഴിഞ്ഞൻ നിഴൽ മാത്രം, കൂടെ നീയും നിന്റെ വാക്കിൽ പീലി നീർത്തിയ വാനവും. കാട്ടിലേക്കു നടക്കുമ്പോൾ കണ്ണിലന്തി നിലാവട്ടം പൂത്തുലഞ്ഞു പരക്കുന്നു, കാട്ടുമണ്ണു മണക്കുന്നു. ഉച്ചനേരം വെയിൽ മേലാപ്പിട്ട പച്ചത്തഴപ്പന്തൽ തൊട്ടിറങ്ങി കുളിർക്കൈകൾ തൊട്ടതൊന്നും മറന്നീല. കാട്ടുനെല്ലിക്കായ് പഴുത്തു ചോട്ടിലാരോ വിതിർത്തിട്ടു, നാം അതൊക്കെ പെറുക്കുമ്പോൾ വാനരത്വം ചിരിച്ചാർത്തു. കാട്ടിലെ പൂമരച്ചോട്ടിൽ നാടുകാണാ പുഴ കണ്ടു, പൂമണക്കും പുഴ നീന്തി പോകെ നമ്മൾ കടൽ കണ്ടു. കാട്ടിലൂടെ നടക്കുമ്പോൾ കാൺമതൊക്കെ പ്രിയം മാത്രം, ആയിരപ്പറ മണം മാത്രം, ആയിരം പച്ചകൾ മാത്രം. കാട്ടിനുള്ളിൽ കടക്കുമ്പോൾ കാടുമായ കടൽ മാത്രം, ആ കടലിൻ തിരക്കുത്തിൽ നാം ഇരിക്കും ക്ഷണം മാത്രം. പാട്ടുമൂളിപ്പറക്കുന്നു ദൂരെയൊറ്റ കിളി, പാട്ടിൻ കൂട്ടിലേക്കു വിളിക്കുന്നു, കാടുകാതോർത്തിരിക്കുന്നു. മേലുടുപ്പു മുരിഞ്ചിട്ട് കാടുറങ്ങും തടാകത്തിൻ ചാരെ ഏതോ മരക്കൊമ്പിൽ നാഗദൈവം ശയിക്കുന്നു. വെള്ളിമിന്നൽ തരി വീശി വനദേവത പറക്കുന്നു, പുന്നകൾ പൂത്തൊലിക്കുന്നു, കന്മദം വാസനിക്കുന്നു. ചെങ്കുറിഞ്ഞികൾ കമ്പകം മരുതുന്ന കലയം നീർമരം, പച്ചതൻ സ്വരഭേദ വിസ്മയമുദ്ര വിടരും കീർത്തനം. കാട്ടിലെന്തേ മറന്നു നാം, കാട്ടിലെന്തേ മറന്നു നാം, കണ്ടെടുക്കാൻ പുറപ്പെട്ടു കാടുമൂടിയൊരോർമ്മയിൽ ജലധാരയിൽ നീരാടുവാൻ. പോക്കുവെയിലിൻ പൊന്നുകൊണ്ടേ അന്തി നമ്മെ പുതപ്പിച്ചു, ദീർഘദുഃഖ ശതങ്ങളിൽ മിന്നാമിനുങ്ങുകൾ ഒളിപ്പിച്ചു. ആരുടെയോ വിടർക്കണ്ണിൻ നാളമെന്നെ പൊതിയുന്നു, ഞാനിലപ്പച്ചയിൽ കാണും പ്രാണവർണ്ണം തുടുക്കുന്നു. കണ്ടു നിൽക്കേ ചുറ്റിലും കണ്ണാടി മാളിക തിളങ്ങുന്നു. കാട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ എന്ന കവിതയാണ് കണിമോൾ വായിച്ചുകൊണ്ടിരുന്നത്. ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് കൂടി കാട്ടിലേക്ക് വിദ്യാർത്ഥികൾക്കൊപ്പവുമായിട്ട് നിരന്തരം യാത്രകൾ ചെയ്തിട്ടുള്ള കവി കൂടിയാണ് കണിമോൾ. കണിമോളുടെ ആദ്യത്തെ കവിതാ സമാഹാരം കണിക്കൊന്ന എന്ന ശീർഷകത്തിൽ വരുമ്പോൾ ചെറിയ പ്രായമാണ്. ആ പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ കനകശ്രീ പുരസ്കാരം മികച്ച ആ പ്രായത്തിലുള്ള എഴുത്തുകാർക്കുള്ള പുരസ്കാരം ലഭിക്കുകയുണ്ടായി. കണിമോൾ എന്ന അവരുടെ പേരും അവരുടെ സമാഹാരത്തിൻ്റെ പേര് കണിക്കൊന്നയും ആയത് യാദൃശ്ചികം ആണ്. അത് സർഗാത്മകവുമാണ്. അന്നത്തെ കാലത്ത് അത് വലിയ ചർച്ചാ വിഷയവുമായിരുന്നു. ആ രീതിയിൽ കണിക്കൊന്ന വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ ഒരു ഇത്രയും നീണ്ട കാലങ്ങൾക്കിടയിലേക്ക് ഊരുകാവൽ എന്ന സമാഹാരത്തിൻ്റെ ഇടയിലേക്കുള്ള ദൂരം കണിക്കൊന്ന എന്ന ആദ്യ പുസ്തകത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഊരുകാവലിലേക്കുള്ള ഈ ഒരു ദൂരത്തിനിടയിൽ മലയാള കവിതയിലേക്ക് ആദ്യമായിട്ട് വന്ന സമയത്തുണ്ടായിരുന്ന പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, കാവ്യസങ്കല്പങ്ങൾ, ഭാഷാസങ്കല്പങ്ങൾ എന്നിവയിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ആ കണിക്കൊന്ന എന്ന സമാഹാരത്തിൽ
ഇലെ ഭാഷാ രീതി അത് ഓരോ ഘട്ടത്തിലും പിന്നീട് പുതുക്കപ്പെടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? എന്താണ് ഭാഷയെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായും ആദ്യ പുസ്തകം എൻ്റെ ഒരു ടീനേജ് സ്കൂൾ കോളേജ് കാലത്തെ കവിതകളായിരുന്നു. അന്ന് കവിതയെ പറ്റി ഒന്നും തന്നെ അറിയില്ല. വെറും കുട്ടി കൗതുകങ്ങളായിരുന്നു അത്. അതിന്റെ അപാരമായൊരു ധൈര്യമാണ് ആ കവിതകളുടെ ആകെ തുക എന്ന് പറയുന്നത്. പക്ഷെ പിന്നെ പിന്നെ കവിതയെ അല്പം പേടിയോടെ, അല്പം വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് സമീപിക്കുന്ന ഒരു നിലയിലേക്ക് വന്നു. എഴുതി തുടങ്ങിയ കാലത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയിൽ, ഏതാണ്ട് 40 വർഷമാവുന്നു, ഇത്രയും കാലത്തിനിടയിൽ മലയാളത്തിൽ എഴുത്തുകാരികളുടെ, സ്ത്രീകളായ കവികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. പിന്നെ അന്നും ഇന്നും ഞാൻ സ്വയം പുതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വയം ആവർത്തിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലാണ് ഏറ്റവും കൂടുതൽ എടശ്ശേരി പുരപ്പണിയിൽ പറയും പോലെ, ഇത് മറ്റൊന്നിന്റെ പകർപ്പാവരുത്, എന്റെ തന്നെ പകർപ്പാവരുത്, ഒന്നിന്റെയും പകർപ്പാവരുത് എന്നൊരു നിർബന്ധം മാത്രമാണ് അക്കാര്യത്തിൽ എന്നും വെച്ചു പുലർത്തിയിട്ടുള്ളത്. ജീവിതവും എഴുത്തും അത് പരസ്പര പൂരകമാകേണ്ടതുണ്ടോ ഇല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പലപ്പോഴും പല സംഭാഷണങ്ങളിലും വരാറുണ്ടല്ലോ. അങ്ങനെ എഴുത്തിനോട് പരസ്പര പൂരകമായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണോ നയിക്കാൻ കഴിയുന്നത്? അത് ഉത്തരം പറയാൻ ഒരുപക്ഷെ എനിക്ക് ചുറ്റുമുള്ളവർക്കായിരിക്കും പറ്റുക. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ, തൊട്ടുമുമ്പ് ബനീഷ് പറഞ്ഞല്ലോ, ഞാൻ എവിടെ അധികം വെളിച്ചപ്പെടാൻ തയ്യാറാവാത്ത, കൂട്ടാക്കാത്ത ഒരാളാണെന്ന്. ഞാൻ എന്റേതായ ഇടങ്ങളിൽ എന്റെ കവിതയുമായി, അല്ലെങ്കിൽ ഉള്ളിൽ കവിതയുമായി, ചുറ്റുപാടുമുള്ള കവിത, എന്റെ കണ്ണിൽ കാണുന്ന കവിതയോടൊത്ത് അങ്ങനെ കാവ്യാത്മകമായൊരു ജീവിതം തുടരുന്ന ആളാണ്. അതിലാണ് എന്റെ സന്തോഷം. ജീവിതം കവിതയും കവിത ജീവിതവുമായി പരസ്പര പൂരകമാവണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ജീവിതം എന്നെ സംബന്ധിച്ച്. കണിമോളുടെ ഉള്ളിൽ ഒരു കവിത ആദ്യത്തെ ഒരു ഭാവനയുടെ സ്പർശമായിട്ട് വരുമ്പോൾ അത് വരുന്നത് ഒരു ഛന്ദസ്സുള്ള വൃത്തത്തിൻ്റെയും ഛന്ദസ്സിൻ്റെയും രൂപത്തിൽ തന്നെയാണോ ആദ്യത്തെ അതിൻ്റെ സ്ഫുരണം വരുന്നത് പൊതുവെ? അങ്ങനെ ആവണമെന്നില്ല. ഒരാശയമായിരിക്കാം, ചിലപ്പോ ഒരു ഒറ്റ വരിയിലാവാം, അല്ലെങ്കിൽ ഒരു ഇമേജിലാവാം. അതിന് വൃത്തം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ കവിതയാണ്. എനിക്ക് അതിലെ കാര്യമായൊന്നും ചെയ്യാനില്ല. അത് വരുന്നു, അത് ആവശ്യപ്പെടുന്ന ഈണത്തിൽ, അല്ലെങ്കിൽ അത് ആവശ്യപ്പെടുന്ന ഛന്ദസ്സിൽ, അല്ലെങ്കിൽ ഛന്ദോമുക്തമായിട്ടെങ്കിൽ അങ്ങനെ അത് എഴുതപ്പെടുന്നു. അത്രയേ ഉള്ളൂ. ചില കവിതകൾ ഛന്ദസ്സിൽ എഴുതാൻ സാധിക്കില്ല, ചിലത് ഛന്ദസ്സിൽ എഴുതിയാൽ ശരിയാവില്ല. അത് തന്നെയാണ് അതിന്റെ രൂപം സ്വയം നിർണ്ണയിക്കുന്നത്. ഊരുകാവൽ എന്ന ഈ പുസ്തകം, ഒരു ഇടവേള ഉണ്ടാവുമ്പോൾ, അതെ, ഊരുകാവൽ എന്ന ഈ പുസ്തകം വായിച്ചതിന് ശേഷം ഏറ്റവും പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ അപരിചിതരായിട്ടുള്ളവരോ ആരെങ്കിലും ഒക്കെ വിളിക്കുകയോ അവർക്ക് ആ പുസ്തകം എങ്ങനെ പ്രിയപ്പെട്ടു അല്ലെങ്കിൽ എങ്ങനെ അനുഭവപ്പെട്ടു എന്നതിനെക്കുറിച്ച് പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ധാരാളം പേർ അതിനോട് വളരെ പോസിറ്റീവായി പ്രതികരിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു പ്രതികരണം ലഭിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തടത്തേക്ക് അത് ചെന്നെത്തി, അവിടെ ഒരു ചെറിയ തിരയിളക്കം ആ കവിതയ്ക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു, ഏതോ ഒരു മനസ്സിന്റെ കോണിൽ അത് ഒരലയുണ്ടാക്കി എന്നറിയുന്നതിന്റെ സന്തോഷം, അതാണ് കവിതയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ധന്യത. അതെ, കവിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ധന്യത അത് തന്നെയാണ്. മറ്റെല്ലാ ആഘോഷങ്ങളുടെയും വേളകളിൽ കവികൾ ഉണ്ടാവണമെന്നില്ല. ഏകാന്തമായ ധന്യതയാണ്, ഏകാന്തമായ സന്തോഷമാണ്. ആ സന്തോഷത്തിൽ തുടരാൻ, കവിതയുടെ സന്തോഷത്തിൽ, ആനന്ദത്തിൽ തുടരാൻ കണിമോൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഊരുകാവൽ എന്ന പുസ്തകം DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ കവിതയെ പ്രിയപ്പെടുന്നവർ ഈ ഊരുകാവൽ എന്ന പുസ്തകം വാങ്ങാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. വളരെ സന്തോഷം, നന്ദി ഇന്ന് ഈ നിമിഷങ്ങൾ നമ്മോടൊപ്പം സഹകരിച്ചതിന്.